C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അയ്യോ, സാറും മോളുമായിരുന്നോ? നിങ്ങളെന്താ ഈ സമയത്ത്? അത് എന്നോടല്ല, ഇവിടെ ചോദിക്കും. കേറുവാ സാറേ, വാ മോളെ. കേറുവാ സാറേ. എന്തൊരു കാര്യം. രാവിലെ എന്നോട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്ത് പറയാ രാവിലെ ഫോൺ വിളിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞത് അച്ഛനും അമ്മയ്ക്കും വിഷമമായി കാണുമെന്ന്. ഇപ്പൊ തന്നെ ഇവിടെ വരണമെന്നും പറഞ്ഞു ഒറ്റ നിർബന്ധം. അതിന് ഞാൻ സമ്മതിക്കണം. ഇനി എന്റെ സമ്മതം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമാകണ്ടെന്ന് കരുതി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്തിനാ മോളെ നീ സാറിനെ ബുദ്ധിമുട്ടിച്ചത്? വന്നില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നല്ലോ. കുഴപ്പമുണ്ട്. എന്റെ അച്ഛനെയും അമ്മയും എപ്പോ കാണാൻ തോന്നിയാലും ആ നിമിഷം എന്നെ കൊണ്ടുവന്ന് കാണിക്കാന്ന കരാറിന്മേല ഞങ്ങളുടെ കല്യാണം നടന്നത് തന്നെ. എനിക്ക് നിങ്ങളെ കാണണം തോന്നി, ഇവിടെ പറഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? ഞാൻ ഒറ്റയ്ക്ക് വന്നേനെ. അവിടുന്ന് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ഈ ശ്രീലക്ഷ്മിക്കുണ്ട്. അച്ഛനെന്താ എങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? ഉറക്കം തടസ്സായതുകൊണ്ടാണോ? ഏയ്, അതൊന്നുമല്ല. പ്രതീക്ഷിക്കാതെ നിങ്ങളെ കണ്ടതുകൊണ്ടുള്ള പകപ്പാ. ഇത് നാളെ അമ്പലത്തിലെടുക്കാനുള്ള മുണ്ട് ഷർട്ടും. വാങ്ങിക്കച്ചാ. ഇത് അമ്മയ്ക്കുള്ള സാരി. സരോജമ്മക്ക് ഇഷ്ടമായോ? ഞാൻ പറഞ്ഞതാ കുറച്ചുകൂടി വില കൂടിയത് വാങ്ങിക്കാന്ന്. ഇയാളെ സമ്മതിക്കണ്ട. അയ്യോ, ഇത് മതി സാറേ. വലിയ വില കൂടിയതൊന്നും ഞാൻ ഉടുക്കാറില്ല. ഇത് ഉടുക്കണമെങ്കിൽ തന്നെ വല്ല കല്യാണോ പാലുകാച്ചലോ വരണേ എനിക്ക്. അച്ഛനത് എന്ത് പറ്റി? ഓ, എന്റെ സംസാരത്തിലെ മാറ്റം കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുക അല്ലേ? എന്നാ അതിലിനി മനസ്സിലാക്കാൻ ഒന്നുമില്ല. മുഴുവനായും അച്ഛന്റെ പഴയ ശ്രീമോളായി ഞാൻ മാറിക്കഴിഞ്ഞു. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെയാണോ സൗന്ദര്യത്തെയാണോ സ്നേഹിച്ചത്? സാറ് നിർബന്ധിച്ചതുകൊണ്ടാ എന്റെ മനസ്സിലുള്ള ഒരു സംശയം ഞാൻ ചോദിച്ചത്. ഉത്തരം ഇല്ലെങ്കിൽ പിന്നെ സമയം കളയണ്ട സർ, നമുക്ക് പോവാം. ശ്രീലക്ഷ്മി, കഥയറിയാതെ ആട്ടം കണ്ട് സംശയങ്ങൾ ചോദിക്കുകയും വിധി എഴുതുകയും ചെയ്യുന്നവർക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പുഞ്ചിരിയേക്കാൾ നല്ല മറുപടി വേറെയില്ല. എങ്കിലും താൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം എനിക്കുണ്ട്. തെല്ലും സംശയമില്ലാതെ തന്നെ ഞാൻ പറയും, ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെയാണ്. ഞങ്ങളെ രണ്ടാളെയും കുറിച്ചുള്ള എല്ലാ കഥകളും അറിയാവുന്ന താൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ സാറിന് വാക്ക് തരുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും രൂപത്തിലല്ലാതെ സാർ എന്നെ ആ വ്യക്തിത്വത്തിൽ കണ്ടിട്ടുണ്ടോ?
എനിക്കറിയാം ഇല്ലെന്ന്. പിന്നെ എന്തിനാണ് സർ? സാറിന് ഇനിയും എന്നെ സംശയം? ചോദ്യവും ഉത്തരവും ഒരാൾ തന്നെ പറഞ്ഞാൽ കേട്ടു നിൽക്കുന്നവർ മൂകരാവുകയെ നിവർത്തിയുള്ളൂ. എങ്കിൽ രാജാറാം സർ എന്തിനാ ശ്രീലക്ഷ്മിയുടെയും എന്റെയും ഫിംഗർ പ്രിന്റ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത്? അതാണ് രാജാറാം. ഹീസ് മൈ സെക്യൂരിറ്റി ഓഫീസർ. ഞാനിന്ന് ചോദിച്ചോട്ടെ സർ, എന്നെ കാണുമ്പോഴോ എന്നോട് അടുത്തിടപഴകുമ്പോഴോ ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയെ പോലെ തോന്നുന്നത് ആ കുട്ടിയെ അന്ധമായിട്ട് സ്നേഹിച്ചിരുന്നവർക്ക് മാത്രമല്ലേ? അതുകൊണ്ടല്ലേ സാറിന് അങ്ങനെ തോന്നുന്നത്? രാജാറാം സാറിനും അങ്ങനെ തോന്നുന്നത്? ഇനി ഒരിക്കലും ഇങ്ങനൊരു സംസാരം ഞാനും സാറും തമ്മിൽ വേണ്ടെന്ന് വിചാരിച്ചതാ. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തിനാ ഇങ്ങനൊരു അന്വേഷണം? മനസ്സിലായി. അതൊന്നും താൻ കാര്യമാക്കണ്ട. എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. താൻ നേരത്തെ പറഞ്ഞാൽ ശരി. ശ്രീലക്ഷ്മിയെ അന്ധമായി സ്നേഹിച്ചിരുന്നു. അതിൽ ഒന്നാമൻ ഈ രവിചന്ദ്ര പറഞ്ഞു. എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയായി വന്നാൽ ശ്രീലക്ഷ്മി താമസിക്കാതെ തന്നെ എന്നിലേക്കെത്തും. കണക്കുകൂട്ടലുകൾക്ക് താളം തെറ്റിയാൽ ഇതിൽ ആദ്യം പറഞ്ഞതാണ് നടക്കുക എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ പ്രണയം സത്യസന്ധമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പിരിഞ്ഞു പോയിട്ടും വീണ്ടും അടുത്തവരാണ് ഞങ്ങൾ. അതുപോലെ പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാനായി അവൾ ഇനിയും വരും. ഞാനിത് അത്രമേൽ ഉറപ്പിച്ച് പറയാൻ കാരണം ഞാനും താനും ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.